ട്രംപിന് തീരുവ തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചു കാണില്ല. അതും നരേന്ദ്രമോദിയുടെ പണിയാണ് ട്രംപിനെ പെടുത്തിയത്. US സുപ്രീം കോടതി വിധി വന്നതോടെ വ്യാപാര കരാറിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ തീരുവ വെട്ടിക്കുറച്ച് വ്യാപാര കരാറിൽ ഇന്ത്യ US ബന്ധം ആഴത്തിലാക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു. ഇന്ത്യ ചർച്ചയിൽ നിന്ന് പിൻവലിഞ്ഞപ്പോൾ പതിയെ യൂറോപ്യൻ യൂണിയനും പിന്മാറുമെന്ന സൂചന നൽകുകയാണ്. ഇന്ത്യക്ക് പിന്നാലെ ഓരോ രാജ്യങ്ങളും തനിക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് ആകെ അവതാളത്തിലായി. പഴയ രീതി തന്നെ, കോടതി വിധിയെ കൂട്ടുപിടിച്ചാൽ വീണ്ടും തീരുവ കൂട്ടും, പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. കേട്ട് തഴമ്പിച്ച വാക്കുകൾ രാജ്യങ്ങളാരും മുഖവിലക്കെടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വ്യാപാര കരാറിൽ ആകെ പെട്ടിരിക്കുകയാണ് ട്രംപ്. ചർച്ചയിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റം ട്രംപിനെ കടുത്ത സമ്മർദ്ദത്തിലാഴ്ത്തി. USനെ കൊള്ളയടിക്കുന്ന രാജ്യങ്ങൾ കോടതി വിധിയെ കൂട്ടുപിടിച്ച് കളിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മുൻപ് ഉള്ളതിനേക്കാൾ ഉയർന്ന തീരുവയും പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. ജാഗ്രത പാലിക്കുക എന്നാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അവകാശവാദങ്ങൾ ഉന്നയിക്കാനും ഇന്ത്യയുമായി ബന്ധത്തെക്കുറിച്ച് വാഴ്ത്താനും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഗണ്യമായി കുറച്ചെന്ന് ട്രംപ് വാദിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ബന്ധം ഫാന്റാസ്റ്റിക് ആണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇന്ത്യ തങ്ങളെ നേരത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും ആരോപിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവെച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദത്തോട് ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ട്രംപ് ഏർപ്പെടുത്തിയ ആഗോള താരിഫ് നടപടികൾ നിയമവിരുദ്ധമാണെന്ന വിധി അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് അനിശ്ചിതത്വത്തിന് വഴിയൊരുക്കിയിരുന്നു. അമേരിക്കയുമായി വിവിധ രാജ്യങ്ങൾ നടത്തിവന്ന വ്യാപാര കരാറുകളെയും ചർച്ചകളെയും വിധി സാരമായി ബാധിച്ചിരിക്കുകയാണ്. വിധി വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ട്രംപ് പ്രതികരിച്ചിരുന്നു. സുപ്രീം കോടതിയിലെ ചില ജഡ്ജിമാരുടെ നിലപാടിനെതിരെ അരാജകത്വവാദികൾ എന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ച ട്രംപ് വിദേശ താൽപര്യങ്ങൾ കോടതിയെ സ്വാധീനിച്ചുവെന്നും ആരോപണമുയർത്തി. അമേരിക്ക യൂറോപ്പ് യൂണിയനുമായി ചർച്ച നടത്തിയ ടേൺബറി കരാർ ഇപ്പോൾ പ്രതിസന്ധിയിലായി. വിധി വന്ന സാഹചര്യത്തിൽ ഇന്ത്യ US കരാറിലെ വ്യവസ്ഥകൾ റദ്ദാക്കണമെന്നും പുതിയ കരാറിന് ശ്രമിക്കണമെന്നും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി സാങ്സ് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനോ തീരുവ ചുമത്താനോ ട്രംപിന് കഴിയില്ല. അതെല്ലാം നിയമവിരുദ്ധവും ഭരണഘടനയുടെ ലംഘനവുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വ്യാപാര കരാറിലെ തുടർ ചർച്ചകൾ ഇന്ത്യ തൽക്കാലം നിർത്തിവെക്കുന്നതാണ് നല്ലത്. കാര്യങ്ങൾ കൂടുതൽ പഠിച്ച ശേഷം മുന്നോട്ടു പോകണം. സുപ്രീം കോടതി വിധിയെ മറികടക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുമെന്നാണ് ജെഫ്രി വ്യക്തമാക്കുന്നത്. തീരുവ 50% നിന്ന് 18% കുറയ്ക്കാൻ ഇന്ത്യ USന് പല ഇളവുകളും നൽകിയിരുന്നു. വ്യാപാര കരാറിൽ മെല്ലെപ്പോക്ക് തുടരുന്ന കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നാണ് അമേരിക്കയടക്കം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ പുതിയ താരിഫ് നയങ്ങളും കോടതി വിധിയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഭിന്നതകൾ തുടക്കമിട്ടിട്ടുണ്ട്. ട്രംപിന്റെ തീരുമാനങ്ങളെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും പാർട്ടിയിലുണ്ട് എന്നതാണ് ഈ ഭിന്നത വ്യക്തമാക്കുന്നത്. മോദിയുടെ കരാറിലെ പിന്മാറ്റം ഇന്ത്യ US ബന്ധങ്ങളിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കൂടി വ്യാപാര ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ വ്യാപാര കരാറുകൾ പ്രതിസന്ധിയിലാകുകയും തീരുവയിൽ നിന്ന് ലഭിച്ചിരുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം രാജ്യത്തിന്റെ ആഭ്യന്തര രംഗത്തെ അവതാളത്തിലാക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ കണക്കുകൂട്ടുന്നുണ്ട്.